പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയാണ് നമുക്കൊപ്പമുള്ളത്. കൗമിലക്കുട്ടിയാണ്. അല്ല, ഞാൻ പേരാമ്പ്രയിലേക്ക് ഇറങ്ങിയത് ഈ നാട്ടിലുള്ള ആളുകളോട് ജനാധിപത്യപരമായിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചോദ്യം പോലും, നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം പോലും യഥാർത്ഥത്തിൽ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇവിടെ വോട്ട് ചോദിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. സ്ഥാനാർത്ഥിയായി ഇനി ജയിച്ചു വന്നാലും ഇവിടെയുള്ള ആളുകളെ ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, ഏജ് നോക്കിക്കാണാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകളോട് സംസാരിക്കുന്നത് ഇവിടുത്തെ വികസന കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ അപാകതകൾ കഴിഞ്ഞ തവണകളിൽ ഉണ്ടായി, ഇവിടെ എന്ത് വികസനമാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. നമുക്ക് രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ കാർഡ് ഇറക്കുന്നത് അവർക്ക് ആത്മവിശ്വാസക്കുറവുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു അനൗൺസ്മെന്റ് വാഹനത്തിലാണ് ഉണ്ടായിരുന്നത്, അല്ലെ ഒരു പ്രീ പ്ലാൻഡ് എന്ന് തന്നെയാണ് അതിനെ കാണുന്നത്. 100% എന്താ സംശയം? അതൊരു സ്ലിപ്പ് ഓഫ് ദി ടങ് പോലും അല്ലല്ലോ. ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു, ആ സ്ക്രിപ്റ്റ് ചെക്ക് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് അനൗൺസ് ചെയ്യുന്നു. ഒരു പ്രാവശ്യമല്ല അനൗൺസ് ചെയ്യുന്നത്. അപ്പം ഇത് ബോധപൂർവമാണ് എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവും. മാത്രമല്ല അത് LDFന്റെ പ്രചരണ വാഹനം തന്നെയാണ്. അപ്പൊ അതിലൊന്നും നമുക്ക് ഏതൊരാൾക്കും, ഈ മണ്ഡലത്തിലല്ല എവിടെയുള്ള ഒരാൾക്കും ഇത് ഈസിലി മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് അജണ്ട വെച്ചിട്ട് തന്നെയുള്ള പ്രവർത്തനമാണ്. വടകരയിലെ പ്രശ്നങ്ങളുടെ ഒരു തുടർച്ച, അല്ലെങ്കിൽ കാഫി സ്ക്രീൻഷോട്ട് പോലുള്ള ചില പ്രചാരണങ്ങൾ വടകരയിൽ നടന്നിരുന്നു. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് തന്നെ കാണാൻ കഴിയുമോ? CPM കാലങ്ങളായിട്ട് പുലർത്തുന്ന അവരുടെ ഒരു രീതിയുണ്ട്, ആ രീതിയിൽപ്പെട്ട കാര്യമാണിത്. ഇപ്പൊ നേരത്തെ നമ്മൾ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യം, അത് എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഉള്ളത് കേരള പോലീസാണ് കണ്ടെത്തിയിട്ട് പറയുന്നത്. ഇത് ഈ സംഭവം വന്നിട്ടുള്ള ഹാൻഡിലുകൾ CPM ഹാൻഡിലുകളാണ് എന്നുള്ളത്. ഈ വിഷയം നിങ്ങൾ നോക്കി, ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യം. ഇത്ര കോൺഫിഡൻസോടെ അവർ പുറത്ത് വിളിച്ച് പറയുന്നുണ്ട് എങ്കിൽ എന്തൊരു പ്രയാസത്തിലൂടെയാണ് ഈ നാടിനെ അവർ നയിക്കുന്നത്. ഈ നാടിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്, സോഷ്യൽ ഫാബ്രിക്കിന് അപകടമുണ്ടാക്കുന്ന രൂപത്തിലാണ് LDFന്റെ പ്രചരണങ്ങൾ പോകുന്നത്. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ഒരു എതിർ സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ മാത്രമല്ല സംസാരിക്കുന്നത്, ഈ നാട്ടിലൊരു പൗര എന്നുള്ള രൂപത്തിൽ ഇവിടെയുള്ള ആളുകളെ മുൻനിർത്തിയിട്ട്, ഈ നാടിന്റെ ഒരു രീതിയുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിനെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ കാര്യങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇവര്, ഈ നാട്ടിലുള്ള വോട്ടർമാരെ എന്താ മനസ്സിലാക്കിയത്? അവർക്ക് ഈ വോട്ടർമാരെ ഇത്രയും കാലമായിട്ടും മനസ്സിലായില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അവരുടെ ഇടപെടലിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ആദ്യഘട്ടത്തിൽ വന്നത് താങ്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണെന്നാണ്. അത് പറഞ്ഞത് സാധാരണ ഒരു പ്രവർത്തകനോ സോഷ്യൽ മീഡിയയിൽ ഒന്നും അല്ല, ഒരു MLA ആണ് ആദ്യമായി ഉന്നയിച്ചത്. അതിനൊക്കെ ചേർത്ത് വായിക്കാൻ കഴിയുമോ? 100% MLA, അതും ഈ നാട്ടിലെ MLA ഒന്നും അല്ല. ഞാൻ വോട്ടറായിട്ടുള്ള കോഴിക്കോട് സൗത്തിലെ MLA ആണ് അത്തരൊരു പ്രസ്താവന നടത്തുന്നത്. അതിപ്പം അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം, ഞങ്ങളുടെ UDFന്റെ സ്ഥാനാർത്ഥി വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത്. അപ്പൊ എന്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? അപ്പം ഇവിടെ നിന്നുള്ള സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കോ പറയാൻ പറ്റാത്തത് അങ്ങനെ പറയിപ്പിച്ചതാണോ എന്ന് വരെ ഞാൻ സംശയിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലും ഒക്കെ ചേർത്തുള്ള ആദ്യ ദിവസങ്ങളിലെ ആ കൺവെൻഷനിലെ ചിത്രങ്ങളൊക്കെ പോലും വ്യാപകമായി ദുരുപയോഗം ചെയ്തുള്ള ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയുടെ ഒരുപാട് പ്രതിസന്ധികൾ, ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്, ബുള്ളിങ് നടക്കുന്നുണ്ട്. ഈവൻ എന്താ പറയുക, ഈ AI ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസ് അതിൻ്റെ ഉള്ളടക്കമൊക്കെ മാറ്റിയിട്ടുള്ള രൂപത്തിലൊക്കെ വരുന്നുണ്ട്. അത് നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രതികരണങ്ങൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞു. അതിനെതിരെ മാക്സിമം പറ്റാവുന്ന രൂപത്തിലൊക്കെ കംപ്ലയിൻറ്റ്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് CPM ഹാൻഡിലുകളിൽ നിന്നാണ് വരുന്നത്. ശക്തമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യാനൊന്നും അവർക്ക് അവർ ചിന്തിച്ചാൽ സാധ്യമല്ല. ഞാൻ 100% കോൺഫിഡൻസിലാണ്. ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മനഃശക്തി എനിക്ക് ഇത്രയും കാലത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ, എൻ്റെ സംവിധാനത്തിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഇതൊന്നും അനുവദിക്കപ്പെടേണ്ട കാര്യവുമല്ല. ഇതിനെതിരെയുള്ള സംവിധാനം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ചെയ്യാത്തത്? ആദ്യമായിട്ടല്ലല്ലോ കേരളത്തിൽ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് വരുന്നത്. എനിക്കെതിരെ മാത്രമല്ലല്ലോ, പ്രതിഭ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ അറ്റാക്ക് വന്നപ്പോൾ 2 രൂപത്തിലുള്ള നിലപാട് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നത്? കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കൗമിലക്കുട്ടി, ഇതൊരു വലിയ പ്രസ്താവനയാണ്. നാടിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്ന പ്രസ്താവനയാണ്. കേസെടുക്കേണ്ട വിഷയമാണ്. ഞങ്ങൾ കേസ് ഇന്നലെ ഫയൽ ചെയ്തു, ഞങ്ങൾ കംപ്ലയിന്റ് ഇന്നലെ ഫയൽ ചെയ്തു. എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്?
ആരെയാണ് ഇവിടെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയാണോ ഇവിടെയുള്ള സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ? TP രാമകൃഷ്ണൻ എന്തുകൊണ്ട് ഇതിൽ കേസ് എടുക്കുന്നില്ല എന്ന് പറയുന്നില്ല? കേസെടുത്ത് അന്വേഷിക്കാനുള്ള നിലപാടല്ലേ അദ്ദേഹം സ്വീകരിക്കണം? അദ്ദേഹം മുതിർന്ന നേതാവാണല്ലോ, ബഹുമാനിക്കുന്ന നേതാവാണല്ലോ. അദ്ദേഹം പറയട്ടെ, കേസെടുത്ത് അന്വേഷിക്കണം എന്നുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിയോ? ഇല്ല. അതുപോലെ ഉമർ ഫൈസി മുക്കം പറയുന്നു ജനറൽ സീറ്റിലേക്ക് വനിതകളെ പരിഗണിക്കേണ്ടിയിരുന്നില്ല, ജനറൽ സീറ്റുകളിൽ പുരുഷന്മാർ തന്നെ മത്സരിക്കട്ടെ. അത്തരം പ്രസ്താവനകൾക്ക് ശ്രദ്ധയിൽപ്പെട്ടു. ഈ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല. ഞാനൊരു കാൻഡിഡേറ്റ് ആണ്. ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മുന്നണിയാണ് അല്ലെങ്കിൽ പാർട്ടിയാണ്. ആ പാർട്ടിയും മുന്നണിയും അത്തരത്തിൽ തീരുമാനം എടുക്കുമ്പം അതിന് ബേസിക് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിക്കേണ്ടത് അവരോടാണ്. അതിൽ അഭിപ്രായം പറയാൻ എനിക്ക് യഥാർത്ഥത്തിൽ കപ്പാസിറ്റി കൂടിയില്ല എന്നാണ് തോന്നുന്നത്. ഈ നൂർബിന റഷീദ് ഇന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അവർ താങ്കൾക്കെതിരെ കുറേ അധികം ആരോപണങ്ങൾ ഉന്നയിക്കുകയും തട്ടമിട്ടാൽ മാത്രം ആവില്ല, വിശ്വാസിയാവില്ല എന്നടക്കമുള്ള പല പല കാര്യങ്ങൾ. ഈ ഫോട്ടോഷൂട്ട് സമരങ്ങൾ പോലും ഫോട്ടോഷൂട്ടിനായി നടത്തുന്നു, റിയൽ അല്ല, റീൽസിലാണ് പൂർണ്ണ ജീവിതം എന്നൊക്കെ പറയുന്നു. താങ്കളെ നിർത്തരുതെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നും പറയുന്നു. എനിക്ക് അതിനെ പറ്റിയിട്ട് സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഞങ്ങളുടെ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി നിർത്തിയതാണ്. വൈകുന്നേരമായി സംഭവം. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രസ് മീറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ മുന്നിലൂടെ തന്നെയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ളത്. 10 വർഷത്തിലേറെയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങളുടെയൊക്കെ സാന്നിധ്യങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് റിയലാണോ റീലാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ്. ആളുകളെ ഒരു സിനിമാറ്റിക് ആയിട്ട് കാണാനുള്ള ശ്രമമൊന്നും ഇത്രയും കാലം നടത്തിയിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് ഈ പ്രസ്താവനകളൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്ക് ഇതിൻ്റെ കാമ്പ് എന്താണ്, ഏത് രൂപത്തിലാണ് അഡ്രസ്സ് ചെയ്തത്, വിഷയം എന്താണ് എന്നുള്ളത് അറിയില്ല കേട്ടോ. വാർത്താ സമ്മേളനം വിളിച്ചാണ് രാജി പ്രഖ്യാപിച്ചത്. അറിയില്ല, അത് നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിയിലെ നേതാക്കന്മാർ സംസാരിക്കട്ടെ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് സമയം കൊടുക്കാനില്ല. ഏറ്റവും കൂടുതൽ ഈ വിജയത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നലാണോ ഇത്തരം ആക്രമണങ്ങൾ ഒരു വശത്ത്, വർഗീയമായ പ്രചാരണങ്ങൾ ഒരു വശത്ത്, വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണോ? ഞാൻ ഇവിടെ ഇറങ്ങിയത് മുതൽ എനിക്ക് 100% കോൺഫിഡൻസിലാണ് വന്നിട്ടുള്ളത്. അത് ഈ മണ്ണ് തരുന്നുണ്ട്. അറിയാലോ, ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ കുറ്റിച്ചിറയിലാണ് മത്സരിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഈ നാട് പുതിയൊരു അനുഭവമൊന്നും അല്ല കേട്ടോ. എനിക്ക് ഒരുപാട് കുടുംബ പേരുകളുള്ള, ഞാൻ എൻ്റെ വെക്കേഷൻ സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ് ഇവിടെ, സ്കൂൾ കാലം മുതൽ. അപ്പോൾ ഇവിടെ കുടുംബ ബന്ധങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പാർട്ടി പരിപാടികൾക്ക് എത്രയോ തവണ വന്നു പോകുന്ന സ്ഥലമാണിത്. അപ്പം അതുകൊണ്ട് പരിചയപ്പെടേണ്ട അല്ലെങ്കിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഈ മണ്ണ് UDF എന്തായാലും തിരിച്ചു പിടിക്കും. കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് ഇവിടെ നിന്നുള്ള ഒരു MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്തായാലും ഫാത്തിമ തിരുവനന്തപുരത്തേക്ക് പോകും, പേരാമ്പ്രയിലെ കോട്ട പൊളിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.